BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ലിയോണൽ മെസ്സി തന്റെ 38ാം വയസ്സിൽ കരിയറിലെ അവസാന ലോകകപ്പിന് ബൂട്ട് കെട്ടുകയാണ്. കിരീടം നിലനിർത്താൻ അർജന്റീന ഇറങ്ങുമ്പോൾ ലോകം കാത്തിരിക്കുന്ന മറ്റൊരു ചരിത്ര നേട്ടത്തിനാണ്. 1958-ലും 62-ലും ബ്രസീൽ തുടർച്ചയായി ലോകകപ്പ് നേടിയതിനു ശേഷം മറ്റൊരു ടീമിനും കിരീടം നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല. ആ 64 വർഷത്തെ റെക്കോർഡ് തിരുത്താൻ അൽബിസെലസ്റ്റുകൾക്കാകുമോ? ലോകം കാത്തിരിക്കുന്നത് ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ്. പരിശീലകൻ സ്കലോണി അന്തിമ സ്ക്വാഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മെസ്സിയുടെ പ്രായം കണക്കിലെടുക്കുമ്പോൾ അദ്ദേഹത്തിന് ചുറ്റും മികച്ച ഒരു നിരയെ അണിനിരത്തുക എന്നത് അത്യാവശ്യമാണ്. എന്നാൽ സ്കലോണിക്ക് മുന്നിൽ ചില കടുത്ത വെല്ലുവിളികളുണ്ട്. ടീമിലുണ്ടാകുമെന്ന് കരുതപ്പെട്ട 2 പ്രധാന താരങ്ങൾ തഴയപ്പെട്ടു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മിന്നും ഫോമിൽ കളിക്കുന്ന അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എമിലിയാനോ ബുവെൻസിയെയും പ്രതിരോധ താരം മാർക്കോസ് സെനോസിയെയും. യുവേഫ യൂറോപ്പ് ലീഗ് ഫൈനലിൽ ആസ്റ്റൺ വില്ലൻ കിരീടം നേടുമ്പോൾ ഒരു ഗോൾ ബുവേഡിയുടെ സംഭാവനയായിരുന്നു. സീസണിലാകെ 54 മത്സരങ്ങളിൽ നിന്ന് 11 ഗോളുകളും 9 അസിസ്റ്റുകളുമായി വില്ലയുടെ അവിഭാജ്യ ഘടകമായിരുന്നു ഈ പ്ലേ മേക്കർ. എന്നാൽ നിർഭാഗ്യവശാൽ ബുവേണ്ടിയ തഴയപ്പെട്ടു. 2022-ൽ കൊളംബിയക്കെതിരായ കേവലം 10 മിനിറ്റ് മാത്രം കളിച്ച് അന്താരാഷ്ട്ര അരങ്ങേറ്റം കുറിച്ച് ബുവേണ്ടിയ അങ്കോളയ്ക്കെതിരെയുള്ള ഒരു സൗഹൃദ മത്സരത്തിൽ 20 മിനിറ്റും കളിച്ചു. അതാണ് താരത്തിന് അർജന്റീന ജേഴ്സിയിലുള്ള പരിചയസമ്പത്ത്. ടീമിന്റെ തന്ത്രങ്ങളുമായി ഇനിയും പൂർണ്ണമായി ഒത്തുപോകാൻ കഴിയാത്തതിനാൽ തനിക്ക് കൂടുതൽ പരിചയസമ്പന്നരായ കളിക്കാരെ വിശ്വസിക്കാൻ സ്കലോണി തീരുമാനിക്കുകയായിരുന്നു. ഇതിനെല്ലാം പുറമെ ഇറ്റാലിയൻ ക്ലബ്ബ് കൊമോയുടെ താരം നിക്കോപാസ് ഇടം ഉറപ്പിച്ചതോടെ ബുവെൻസിയയ്ക്കുള്ള ലോകകപ്പ് വാതിലുകൾ പൂർണ്ണമായും അടഞ്ഞു. ഇനി സെനേസിയുടെ കാര്യം. ബെൺമൗത്തിന്റെ പ്ലെയർ ഓഫ് ദി സീസൺ ആയി തിരഞ്ഞെടുക്കപ്പെട്ട താരമാണ് ക്യാപ്റ്റൻ കൂടിയായ സെനേസി. ടീമിന്റെ പ്രതിരോധ കോട്ട കാക്കുന്നതിനൊപ്പം 39 മത്സരങ്ങളിൽ നിന്ന് 5 അസിസ്റ്റുകളും സ്വന്തമാക്കിയിരുന്നു. ഇത്രയൊക്കെ മികച്ച പ്രകടനം നടത്തിയിട്ടും ലോകകപ്പ് ടീമിൽ നിന്ന് ഒടുവിൽ പുറത്താക്കപ്പെട്ടു എന്നത് അവിശ്വസനീയമാണ്. സെൻട്രൽ ഡിഫൻസ് സ്ഥാനത്തിനുള്ള കടുത്ത മത്സരത്തിൽ ഇടം നേടുക എന്നത് 29-കാരനും അത്ര എളുപ്പമായിരുന്നില്ല. പരിചയസമ്പന്നരായ നിക്കോളാസ് ഒട്ടാമെസിയും ക്രിസ്ത്യൻ റെമോറോയും ആദ്യ 11-ലെ പ്രതിരോധ താരങ്ങളായി സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. അവർക്ക് പകരക്കാരനായി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ലിസാൻഡ്രോ മാർട്ടിനസ് എത്തുമെന്നതും ഉറപ്പായിരുന്നു. ഇതിനെല്ലാം പുറമെ ഫാക്കുണ്ടോ മെദിനയുടെ വരവും നിർണായകമായി. ആവശ്യമെങ്കിൽ ലെഫ്റ്റ് ബാക്ക് സ്ഥാനത്തേക്ക് കൂടി മാറിക്കളിക്കാൻ കെൽപ്പുള്ള താരമാണ് മെദീന. സെനീസിയേക്കാൾ മെദീനയ്ക്ക് മുൻഗണന നൽകാൻ മറ്റൊരു കാരണം വേണ്ടായിരുന്നു. പ്രശ്നങ്ങൾ ഇനിയും തീരുന്നില്ല. താരങ്ങളുടെ പരിക്കൊരു തലവേദനയാണ്. റൊമാറോയുടെ കാൽമുട്ടിന് പരിക്ക, കൂടാതെ ലിച്ച ഒട്ടാമെൻസിയുടെ എന്നിവരുടെ ഫിറ്റ്നസ് പ്രശ്നങ്ങൾ. ലിവർപൂളിൽ മോശം ഫോമിലായിരുന്ന അലക്സിസ് മാക്സ് അലസ്റ്റീറെ എങ്ങനെ ഫോമിലേക്ക് തിരിച്ചെത്തിക്കും എന്നതും നിർണായകമാണ്. ടീമിൽ ഉൾപ്പെട്ട ജിയോവാനി ലോ സെൽസോ ആവട്ടെ 2025 നവംബറിലാണ് അർജന്റീനയെ അവസാനം കളിച്ചത്. എന്നാൽ മെസ്സിയുമായുള്ള അദ്ദേഹത്തിന്റെ കെമിസ്ട്രി സ്കലോണിക്ക് മുഖവിലക്കെടുത്തത്. മെസ്സിയുടെ ഹാംസ്ട്രിംഗ് പരിക്ക് അത്ര ഗുരുതരമല്ല എന്നത് ആരാധകർക്ക് ആശ്വാസം നൽകുന്നുണ്ട്. ഇന്റർ മിലാന്റെ ലെദൂറോ മാർട്ടിനസ് പരിക്കുമാറി പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുത്തിട്ടുമുണ്ട്. യൂറോപ്പ് ലീഗ് ഫൈനലിന് മുന്നോടിയായി വിരലിന് പരിക്കേറ്റ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസും അർജന്റീനയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട്. മെസ്സിക്കൊപ്പം ഗോളടിക്കാൻ മിടുക്കരായ ഒരു പിടി താരങ്ങൾ അർജന്റീനയ്ക്കുണ്ട്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.